സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. പാലക്കാട് ഹൈവേ കവർച്ച കേസിൽ 4 പേർ പിടിയിൽ. കേന്ദ്ര ഏജൻസിയുടെ ബോർഡ് വെച്ച വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു സംഘം. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് പിടിയിലായവർ. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, പാലക്കാട് ഹൈവേ കവർച്ച കേസിൽ ആണ് ഈ 4 പേർ പിടിയിലായിരിക്കുന്നത്. കേന്ദ്ര ഏജൻസിയുടെ ബോർഡ് വെച്ച വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ ഒരു തട്ടിപ്പ് സംഘങ്ങളാണോ അതോ കവർച്ചാ സംഘങ്ങളാണോ? ടോം, ഇവർ ഒരു കവർച്ചാ സംഘമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ ഇത് എത്രമാത്രം ഗുരുതര സ്വഭാവമുള്ള ഒരു കവർച്ചയാണ്, ഒരു ക്രൈമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ഒരു കേന്ദ്ര ഏജൻസിയുടെ പേരിൽ എത്ര വലിയ തട്ടിപ്പാണ് ഇവർ നടത്തുന്നത്. കാരണം കുറേ ദിവസങ്ങളായി ഈ മേഖലയിൽ ഇവർ ദേശീയപാതയിൽ ഈ കവർച്ച നടത്തുന്ന സംഘമാണെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയുള്ള നാല് പേരടങ്ങുന്ന സംഘത്തിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ ക്രൈമിൻ്റെ ഒരു അവസ്ഥ, ഒരു ഗുരുതര അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു ദേശീയപാതയിലാണ് ഇത്തരത്തിലുള്ള ഒരു കവർച്ച, അതും ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായി ഈ കേന്ദ്ര ഏജൻസിയുടെ ബോർഡ് പതിപ്പിച്ച ഒരു വാഹനം, അതിൽ നിന്നും ഈ വഴിയാത്രക്കാരെ തടഞ്ഞു നിർത്തി, വാഹനങ്ങൾ വരുന്നവരെ തടഞ്ഞു നിർത്തി അവരിൽ നിന്നും ഈ ഏജൻസിയുടെ പേരിൽ പണം തട്ടലും മറ്റ് കവർച്ച ഉൾപ്പെടെ ഇവരുടെ വാഹനങ്ങളിൽ നിന്ന് പെപ്പർ സ്പ്രേ അതുപോലെയുള്ള ആയുധങ്ങൾ, ഈ ചുറ്റിക ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നാഷണൽ ഹൈവേയിൽ ഇങ്ങനെ ഒരു വാഹനം നിർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ചെന്ന് പരിശോധിക്കുന്നത്. അതേ തുടർന്നാണ്, അതായത് ഈ ഹൈവേ പോലീസിന്റെ പരിശോധനയിലാണ് ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷം നടത്തിയ പരിശോധനയിൽ ഈ ഹൈവേ പോലീസ് അവിടെ എത്തുന്നത് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഈ 4 അംഗ സംഘത്തിലെ ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതോടുകൂടി ഈ അന്വേഷണ സംഘത്തിന്റെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംശയം ബലപ്പെട്ടു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് നിരവധി ഈ വ്യാജ ID കാർഡുകൾ അടക്കം, അതുപോലെ വണ്ടിയുടെ ഫേക്ക് ബോർഡ് അടക്കം കണ്ടെടുത്തു. അതോടുകൂടി ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഒപ്പം തന്നെ പിന്നീട് കസബ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെയാണ് ഈ പ്രതികളെ കൂടുതലായി കസബ പോലീസ് അടക്കം സ്ഥലത്തെത്തിയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഡ്രൈവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 4 അംഗ സംഘത്തിന് പുറമെ ഇതിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം. ആ ഒരു മേഖലയിലേക്കാണ് പോലീസ് അന്വേഷണം നീങ്ങുന്നത്. കാരണം ഇത്ര ദിവസമായി ഒരു നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡിൽ, അല്ലെങ്കിൽ പാലക്കാട് പോലെ എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ സ്ഥിരം നിരീക്ഷണമുള്ള, അല്ലെങ്കിൽ MVDയുടെയൊക്കെ നിരീക്ഷണം ഉള്ള ഒരു മേഖല കൂടിയാണ് ഈ ദേശീയപാത. അവിടെ ഇത്രയും ദിവസമായി ഈ കവർച്ചാ സംഘം നിലയുറപ്പിച്ചിട്ടും ഇവർ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കവർച്ച നടത്തിയിട്ടും അതെന്തുകൊണ്ട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല? കാരണം തെലങ്കാന രജിസ്ട്രേഷനിലുള്ള വാഹനം കൂടിയാണ് കണ്ടെടുത്തത്. അങ്ങനെയെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷനിലുള്ള വാഹനമായിട്ട് പോലും എന്തുകൊണ്ട് കണ്ണിൽപ്പെട്ടില്ല എന്നത് വലിയൊരു ചോദ്യമാണ്. ആ ഒരു മേഖല കൂടി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്. കാരണം ഈ 4 അംഗ സംഘത്തിന് പുറമെ ആരെങ്കിലും കൂടി ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ, കാരണം ഷംന സൂചിപ്പിച്ചതുപോലെ തെലങ്കാന രജിസ്ട്രേഷനിലുള്ള വാഹനമാണിത്. ഈ സംഘത്തിന് ഒരു അന്തർ സംസ്ഥാന കവർച്ചാ സംഘങ്ങളുമായി, ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ടോ? തീർച്ചയായും ടോം, അങ്ങനെ സംശയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ പിടിയിലായ 4 പേരും മലയാളികൾ തന്നെയാണ്. കണ്ണൂർ, തിരുവനന്തപുരം ഒക്കെ കേന്ദ്രീകരിച്ചുള്ള, കണ്ണൂർ, തിരുവനന്തപുരം സ്വദേശികളൊക്കെയാണ് ഇപ്പോൾ ഈ പിടിയിലായ 4 പേരും. പക്ഷേ അതേസമയം തെലങ്കാന രജിസ്ട്രേഷനിലുള്ള ഒരു വണ്ടി അതുപോലെ ദിവസങ്ങളായി മേഖലയിലുണ്ട്. ഒപ്പം തന്നെ ഈ തമിഴ്നാട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു അതിർത്തി കൂടിയാണ് പാലക്കാട് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനം വിട്ടുള്ള ഒരു അന്വേഷണം, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിനപ്പുറത്തേക്കുള്ള പ്രതികൾ കൂടി ഈ കൂട്ടത്തിലുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം. എന്തായാലും അത് കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഈ ഡ്രൈവറെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായും പോലീസിന്റെ മുന്നിലുള്ള വെല്ലുവിളി. കാരണം ഈ ഡ്രൈവറാണ് ഇതിലെ ഈ കവർച്ചാ സംഘത്തിലെ പ്രധാനി എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ അന്വേഷണം നടക്കുക. ഒപ്പം ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികളിൽ നിന്നും കൂടുതലായി ഈ ഡ്രൈവറെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. ഇനി മറ്റ് ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിൽ മറ്റ് വിശദാംശങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്, അല്ലെങ്കിൽ ഉയരുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഈ പ്രധാന പാതയിൽ, ദേശീയപാതയിൽ ഇത്ര വലിയൊരു കവർച്ച, അല്ലെങ്കിൽ ഇത്ര വലിയൊരു ഗുരുതര സ്വഭാവമുള്ള ഒരു ക്രൈം നടന്നിട്ടും അതെന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നത്. ടോം.
യെസ്, അത് തന്നെയാണ് ഷംന സൂചിപ്പിച്ചതുപോലെ. ഇതുപോലുള്ള കവർച്ചാ സംഘങ്ങൾ അതും മറ്റ് സംസ്ഥാനങ്ങളിലെ രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ അതുവഴി പതിവായി കടന്നു പോയിട്ടും എന്തുകൊണ്ട് പോലീസ് അത് സംശയിച്ചില്ല, ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല തുടങ്ങിയ പല സംശയങ്ങളും വരുന്നുണ്ട്, പോലീസിനെതിരെ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഈ സംഘത്തിന്, ഈ കവർച്ചാ സംഘത്തിന് അന്തർ സംസ്ഥാന ക്രിമിനൽ സംഘങ്ങളുമായി, കവർച്ചാ സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആനക്കലി